താൻ ഏറ്റവും സേഫായിരിക്കേണ്ടിടത്താണ് ആ ഒരു 12 വയസ്സുകാരി 6 മാസത്തോളം ആ ക്രൂരതകൾ മുഴുവൻ അനുഭവിച്ചത്. ഹരിയാനയിലാണ് ഈ ഒരു കഥ നടക്കുന്നത്. അപ്പോൾ ഹരിയാനയിലെ ഒരു ദമ്പതികളുണ്ടായിരുന്നു, രാഹുൽ മധുമിത. അപ്പോൾ 2004 ഇവരുടെ വിവാഹം കഴിഞ്ഞത്. വിവാഹം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞപ്പോഴത്തേനും ഇവർക്ക് ഒരു പെൺകുഞ്ഞ് പിറക്കുകയും ചെയ്തു. ഈ കുഞ്ഞിന് ഏകദേശം 4 വയസ്സായപ്പോൾ മധുമിതക്ക് എന്തോ അസുഖം ബാധിച്ചുകൊണ്ട് മരിച്ചു പോവുകയാണ് ഉണ്ടായത്. അതിനുശേഷം രാഹുലിനെ കൊണ്ട് ആ ഒരു കുഞ്ഞിനെ ഒറ്റയ്ക്ക് നോക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അയാൾ മറ്റൊരു വിവാഹം കഴിക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. അങ്ങനെ മധുമിത മരിച്ച് ഏകദേശം 6 മാസം കഴിഞ്ഞപ്പോഴത്തേനും ആള് വേറൊരു സ്ത്രീയെ വിവാഹം കഴിക്കുകയാണ് ഉണ്ടായത്. റീതു എന്നായിരുന്നു അയാളുടെ 2ാം ഭാര്യയുടെ പേര്. അപ്പോൾ ആ ഒരു പെൺകുട്ടിയുടെ സ്റ്റോറിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദി ചാനൽ റിസിൻ ദിസ് സൈഡ്. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു. ഇവരുടെ ഒരു ഫാമിലിയുടെ കാര്യം പറയാന്നുണ്ടെങ്കിൽ റീതു തൻ്റെ സ്വന്തം മകളെ പോലെ തന്നെയായിരുന്നു ആ ഒരു പെൺകുട്ടിയെ നോക്കിയിരുന്നത്. രാഹുൽ റീതു ദമ്പതികൾക്ക് അതിനുശേഷം 3 ആൺമക്കൾ കൂടെ പിറക്കുകയാണ്. എന്നാൽ ഇവരുടെ ഫാമിലിയിൽ ഒരുപാടധികം പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. അതായത് ഈ ഒരു രാഹുൽ നല്ല രീതിയിൽ മദ്യപിക്കുന്ന ഒരാളായിരുന്നു. മദ്യപിച്ച് മര്യാദയ്ക്ക് ജോലിക്കൊന്നും അങ്ങനെ സ്ഥിരമായിട്ട് പോവാത്ത ഒരാളായിരുന്നു. അങ്ങനെ കഷ്ടപ്പാടുകളൊക്കെ നിറഞ്ഞ ഒരു ജീവിതത്തിൻ്റെ ഇടയിൽ അവർ ഗുഡ്ഗൗണിലെ ഒരു സ്ഥലത്തോട്ട് അവരുടെ താമസം മാറുകയാണ്. അവിടെ കുറച്ച് മാറിയിട്ട് ഒരു സ്ഥലത്തുള്ള ഒരു പ്ലാസ്റ്റിക് കമ്പനിയിൽ രാഹുലിന് ഒരു ജോലി ശരിയായിട്ടുണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു അങ്ങോട്ട് മാറിയത്. അപ്പോൾ രാഹുൽ ആ ഒരു കമ്പനിയിലായിരുന്നു ജോലിക്ക് പോയിരുന്നത്. റീതു വേറെ ഒരു കമ്പനിയിലും, ഒരു ചെറിയ കമ്പനിയിലും ജോലിക്ക് പോകാറുണ്ടായിരുന്നു. റീതു രാവിലെ ഒരു 9-9:30 വീട്ടിൽ നിന്ന് ജോലിക്ക് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വൈകുന്നേരം ഒരു 7 മണിയൊക്കെ ആവും തിരിച്ചെത്താനായിട്ട്. രാഹുലിൻ്റെ കാര്യം പറയാന്നുണ്ടെങ്കിൽ ആ ഒരു കമ്പനിയിലും ആൾ മര്യാദയ്ക്ക് ജോലിക്കൊന്നും പോയിരുന്നില്ല. മിക്ക ദിവസങ്ങളിലും കള്ളുകുടിച്ച് വീട്ടിലിരിക്കലായിരുന്നു ആളുടെ ഒരു പതിവ്. അതായത് ആ ഒരു കുടുംബത്തിൻ്റെ ഭാരം മുഴുവൻ ഏകദേശം ചുവന്നുകൊണ്ടിരുന്നത് മുഴുവൻ ആ ഒരു സ്ത്രീ തന്നെയായിരുന്നു. അപ്പോൾ അവർ കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ടായിരുന്നു ഈ മക്കളെല്ലാം തന്നെ നോക്കിയിരുന്നത്. ഇയാളിങ്ങനെ കള്ളുകുടിച്ച് ഇങ്ങനെ നടക്കുന്ന ഒരു സിറ്റുവേഷനിലായിരുന്നു കാര്യങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കുന്ന ആ ഒരു സമയത്ത് ഈ രാഹുലിൻ്റെ മനസ്സിൽ വളരെ വൃത്തികെട്ട രീതിയിലുള്ള ഒരു ചിന്ത വരികയാണ്. അയാൾ തൻ്റെ സ്വന്തം മകളെ വേറെ ഒരു കണ്ണുകൊണ്ട് കാണാൻ തുടങ്ങുകയാണ്. സ്വന്തം മകളുടെ കൂടെ കിടക്കം പങ്കിടണമെന്ന് ചിന്തിക്കുന്ന ആ ഒരു രീതിയിലേക്ക് അയാൾ പോവുകയാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു പെൺകുട്ടി അയാൾ നോക്കി കാണുകയാണ്. 2017 നവംബർ മാസം അയാൾ തക്കം പാർത്തിരുന്ന പോലെ ഒരു അവസരം അയാൾക്ക് വരികയാണ് ഉണ്ടായത്. അതായത് അന്നത്തെ ദിവസം റീതു എന്നത്തെയും പോലെ തന്നെ രാവിലെ ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു. ഇയാളാണെന്നുണ്ടെങ്കിൽ ജോലിക്കൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. രാവിലെ ഇരുന്ന് ഇങ്ങനെ കള്ളുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വീട്ടിൽ. അപ്പോൾ വൈകുന്നേരം ഒരു 4 ടൈമൊക്കെ ആയപ്പോഴത്തേനും കുട്ടികളുടെ സ്കൂളൊക്കെ വിട്ടു എല്ലാവരും ഇതുപോലെ തന്നെ വീട്ടിലോട്ട് എത്തി. അപ്പോൾ ഇയാൾ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇയാൾ ബാക്കിയുള്ള 3 കുട്ടികളോടും ഇതുപോലെ തന്നെ പുറത്തു പോയി കളിച്ചോളാനായിട്ട് പറയുകയാണ്. അപ്പോൾ ഈ 12 വയസ്സുള്ള പെൺകുട്ടിയോട് വീട്ടിൽ തന്നെ ഇരിക്കാനായിട്ട് പറഞ്ഞു. അതിനുശേഷം ആൺകുട്ടികൾ പുറത്തു പോയതിന് ശേഷം ആ ഒരു പെൺകുട്ടിയെ കടന്നു പിടിക്കുന്ന ഒരു സാഹചര്യത്തിലോട്ടാണ് കാര്യങ്ങൾ എത്തിയത്. തൻ്റെ സ്വന്തം മകളെ, വെറും 12 വയസ്സുള്ള ആ ഒരു പെൺകുട്ടിയെ അയാൾ റേപ്പ് ചെയ്യാനായിട്ട് തുടങ്ങുകയായിരുന്നു. അപ്പോൾ ആ ഒരു പെൺകുട്ടിക്ക് എന്തായാലും ഈ ചെയ്യുന്നത് ശരിയല്ല എന്ന് മനസ്സിലായി. ഇതൊക്കെ ചെയ്യാൻ പാടില്ല, മാറാനായിട്ട് അച്ഛൻ്റെ അടുത്ത് പറയുകയാണ്. എന്നാൽ അയാളത് കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല. അതിൻ്റെ ഇടയിൽ അയാൾ ഒരു കാര്യം പറഞ്ഞു. അപ്പോൾ ആ ഒരു പെൺകുട്ടി ഒന്ന് സ്റ്റക്കാവുകയാണ്. അതിനുശേഷം ഭീഷണിപ്പെടുത്തിയും അതുപോലെ തന്നെ ബലം പ്രയോഗിച്ചും അയാൾ ആ ഒരു പെൺകുട്ടിയെ റേപ്പ് ചെയ്യുകയാണ് ഉണ്ടായത്. ആ പറഞ്ഞ കാര്യം എന്താണെന്നുള്ളത് ഈ ഒരു വീഡിയോയുടെ അവസാനം നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അന്ന് ഒരു 7-7:30 ടൈമൊക്കെ ആയപ്പോഴത്തേനും റീതു ജോലി കഴിഞ്ഞ് വീട്ടിലോട്ട് വരികയാണ് ഉണ്ടായത്. ആ സമയത്ത് ഈ പെൺകുട്ടി തൻ്റെ അമ്മയുടെ അടുത്ത് ഇന്ന് നടന്ന കാര്യങ്ങൾ കൺവേ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു. എന്നാലും മുഴുവനായിട്ട് ആ കുട്ടിക്ക് പറയാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. വിട്ടുവിട്ടായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ എന്തൊക്കെയോ പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ റീതു അത് വലിയ കാര്യമാക്കിയില്ല. ഈ പെൺകുട്ടി എന്തോ കിടന്ന് പറയുന്നു എന്നുള്ളൊരു രീതിയിൽ ആ ഒരു ലാഘവത്വത്തോടുകൂടി വിടുകയാണ് ഉണ്ടായത്. ആ പെൺകുട്ടി അപ്പോൾ ചിന്തിച്ചതും വേറെ ഒരു രീതിയിലായിരുന്നു. അപ്പോൾ അതിനുശേഷം എന്താണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ക്രൂരതകൾ വീണ്ടും കൂടുകയാണ് ഉണ്ടായത്. ഇയാളിത് സ്ഥിരമായിട്ട് ചെയ്യാനായിട്ട് തുടങ്ങി. സ്ഥിരമായിട്ട് ആ ഒരു പെൺകുട്ടി സ്കൂൾ വിട്ട് വരുമ്പോൾ ഇയാൾ ആ ഒരു പെൺകുട്ടിയെ കടന്നു പിടിക്കാൻ റേപ്പ് ചെയ്യാനായിട്ടും തുടങ്ങി. അതുപോലെ തന്നെ ലീവും കാര്യങ്ങളൊക്കെ ഉള്ള ദിവസം ഇതുപോലെ തന്നെ ആൺകുട്ടികളെ പുറത്തോട്ട് കളിക്കാൻ വിട്ടതിന് ശേഷം ആ ഒരു പെൺകുട്ടിയെ റേപ്പ് ചെയ്യാനായിട്ട് അയാൾ തുടങ്ങുകയാണ്. അതുപോലെ തന്നെ ഈ കുട്ടികൾ വീട്ടിലുള്ള സമയത്ത് ഈ പെൺകുട്ടിയെ അയാൾ ആ വീട്ടിലെ തന്നെ ടോയ്ലറ്റിലോട്ട് കൊണ്ടുപോയിട്ട് വരെ റേപ്പ് ചെയ്തതായിട്ട് പറയപ്പെടുന്നുണ്ട്. അങ്ങനെ ഈ ഒരു കൊടും ക്രൂരതകൾ 6 മാസത്തോളം തുടർന്നുകൊണ്ടേയിരുന്നു. ഈ വിവരങ്ങളൊന്നും തന്നെ ഈ പെൺകുട്ടി പുറത്ത് ഒരാളോടും തന്നെ പറഞ്ഞിരുന്നില്ല. അത് പറയാതിരിക്കുന്നതിന് വേറൊരു കാരണം ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് കൃത്യമായി പറഞ്ഞാൽ 2018 മെയ് 15. സാധാരണ ഒരു ദിവസം പോലെ തന്നെ റീതു അന്നും രാവിലെ തന്നെ ജോലിക്ക് പോയി. കുട്ടികളാണെന്നുണ്ടെങ്കിൽ സ്കൂളിലോട്ടും പോയി. വൈകുന്നേരം ഒരു 4:30 ആയപ്പോഴത്തേനും സ്കൂളിൽ നിന്ന് കുട്ടികൾ തിരിച്ചതുപോലെ തന്നെ വീട്ടിലോട്ട് വന്നു. രാഹുൽ എന്ന് പറയുന്ന അയാൾ ആ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അയാൾ കള്ളുടിച്ചിരിക്കുകയായിരുന്നു.
പതിവ് പോലെ തന്നെ ആൺകുട്ടികളോട് അയാൾ പുറത്തു പോയിട്ട് കളിക്കാനായിട്ട് പറയുകയാണ്. ഈ ഒരു പെൺകുട്ടിയെ അയാൾ റേപ്പ് ചെയ്യാനും തുടങ്ങി. എന്നാൽ അന്നത്തെ ദിവസം റിതുവിന് ജോലി വേഗം കഴിയുകയാണ്. അതായത് ഒരു 5 മണിയൊക്കെ ആയപ്പോഴത്തേനും ജോലി കഴിഞ്ഞുകൊണ്ട് റിതു വീട്ടിലോട്ട് വരികയാണ്. അപ്പോൾ റിതു ഇങ്ങനെ വീട്ടിലോട്ട് നടന്നു വരുന്ന വഴിയിൽ ഇതുപോലെ തന്നെ തൻ്റെ 3 ആൺമക്കൾ കളിക്കുന്നത് അവർ കാണുന്നുണ്ട്. അപ്പോൾ തൻ്റെ മക്കളെ കണ്ട് അതിനുശേഷം അവർ ഇതേപോലെ തന്നെ നേരെ വീട്ടിലോട്ട് കയറുകയാണ് ഉണ്ടായത്. വീട്ടിൽ കയറി അവർ കണ്ട കാഴ്ച എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തൻ്റെ മകൾ പിറന്നപടി കിടക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. അതുപോലെ തന്നെ തൻ്റെ ഭർത്താവ് ആ പെൺകുട്ടിയെ റേപ്പ് ചെയ്യുന്ന ഒരു കാഴ്ചയായിരുന്നു ഈ ഒരു സ്ത്രീ കണ്ടത്. ഇത് കണ്ട് അവർ ആകെപ്പാടെ തരിച്ചു നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലോട്ടാണ് കാര്യങ്ങൾ എത്തിയത്. 12 വയസ്സുള്ള ഒരു കുഞ്ഞിന് ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ ഒരാൾ റേപ്പ് ചെയ്യുന്ന ഒരു കാഴ്ച ഈ സ്ത്രീ കണ്ടപ്പോൾ ഇങ്ങനെയുള്ള അച്ഛനും തൻ്റെ മക്കൾക്ക് വേണ്ട, അതുപോലെ തന്നെ ഇങ്ങനെയുള്ളൊരു ഭർത്താവ് തനിക്കും വേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലോട്ട് ആ നിമിഷം തന്നെ ആ സ്ത്രീ എത്തുകയാണ്. അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന ഒരു കട്ടയെടുത്തുകൊണ്ട് അയാളെ അടിക്കുകയാണ് ഉണ്ടായത്. അതിനുശേഷം ഈ പെൺകുട്ടിക്ക് വസ്ത്രവും കാര്യങ്ങളും ഇട്ട് കൊടുത്തു. അതിനുശേഷം ഈ പെൺകുട്ടിയെയും കൊണ്ട് വീടിൻ്റെ പുറത്തോട്ട് വന്നു. ഇയാളെ ആ ഒരു വീട്ടിലിട്ട് പൂട്ടുകയായിരുന്നു. അതിനുശേഷം ഈ സ്ത്രീ നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് പോവുകയാണ്. പോലീസ് സ്റ്റേഷനിലോട്ട് പോയിട്ട് പറഞ്ഞു, ഈ 12 വയസ്സുള്ള കുഞ്ഞിനെ ഈ കുഞ്ഞിൻ്റെ സ്വന്തം അച്ഛൻ റേപ്പ് ചെയ്തു എന്നുള്ളൊരു കാര്യം പോലീസിനോട് പറയുകയാണ് ഉണ്ടായത്. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു എന്നുള്ളതും ആ ഒരു സ്ത്രീ പോലീസിനോട് പറഞ്ഞു. അപ്പോൾ പോലീസുകാർ ആ പെൺകുട്ടിയുടെ അടുത്തും ചോദിച്ചു ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ ആ പെൺകുട്ടിയും നടന്ന എല്ലാ കാര്യങ്ങളും പോലീസിൻ്റെ അടുത്ത് പറഞ്ഞു. അതായത് കഴിഞ്ഞ 6 മാസങ്ങളായിട്ട് ഇങ്ങനെയൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പോലീസിനോട് പറഞ്ഞു. അപ്പോഴാണ് ഇത്രയും നാളുകളായിട്ട് ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളൊരു കാര്യം ഇതുപോലെ തന്നെ എല്ലാവരും അറിഞ്ഞത്. അങ്ങനെ പോലീസുകാർ നേരെ രാഹുലിൻ്റെ വീട്ടിലോട്ട് പോവുകയും അയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അയാളെ നല്ല രീതിയിൽ ചോദ്യം ചെയ്തപ്പോൾ കാര്യങ്ങളെല്ലാം അയാൾ തുറന്ന് പറയുകയാണ് ഉണ്ടായത്. അതുപോലെ തന്നെ ഈ 6 മാസം എങ്ങനെയാണ് ആരെയും അറിയിക്കാതെ ഇയാളിത് ചെയ്തത് എന്നുള്ളതും ഇയാളെ കൊണ്ട് പറയിപ്പിച്ചു. അതായത് ആ പെൺകുട്ടിയെ എന്തൊക്കെയോ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടും അതുപോലെ തന്നെ കുറേ കാര്യങ്ങൾ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ടുമൊക്കെ ആയിരുന്നു ഇയാൾ ഇത്തരത്തിലുള്ളൊരു കൈക്രിയകളും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്. അയാൾ ആദ്യം ആ ഒരു പെൺകുട്ടിയെ റേപ്പ് ചെയ്യുന്ന ആ ഒരു സമയത്ത് ആ പെൺകുട്ടി തടയാനായിട്ട് ശ്രമിച്ചു. അതുപോലെ തന്നെ ഇതൊക്കെ ചെയ്യാൻ പാടില്ല, തെറ്റാണെന്നുള്ള രീതിയിൽ അയാളുടെ അടുത്ത് പറയുകയാണ്. അയാളെ എതിർക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ അയാൾ ആ ഒരു പെൺകുട്ടിയോട് പറഞ്ഞത് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാ വീട്ടിലും നടക്കുന്നതാണെന്നുള്ളതാണ്. അതായത് എല്ലാ വീട്ടിലും അച്ഛന്മാർ മക്കളോട് ഇങ്ങനെയൊക്കെയാണ് പെരുമാറാറുള്ളത്. ഇത് എല്ലാ വീട്ടിലും നടക്കുന്നതാണ്. ഇത് സർവ്വസാധാരണമായിട്ടുള്ളൊരു കാര്യമാണ്. ഇത് പുറത്താരോടും പറയാൻ പാടില്ല. ഇത് അച്ഛന്മാരുടെയും പെൺമക്കളുടെയും ഇടയിലുള്ള രഹസ്യമാണ്. അങ്ങനെയുള്ള രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു ഇയാൾ ആ ഒരു പെൺകുട്ടിയോട് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ആ പെൺകുട്ടിയെ റേപ്പ് ചെയ്തത്. അന്ന് രാത്രി അമ്മയായിട്ടുള്ള റീതുവിൻ്റെ അടുത്ത് ഈ പെൺകുട്ടി ഈ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചു. എന്നാൽ റീതുവിനത് മനസ്സിലായില്ല. അപ്പോൾ ആ പെൺകുട്ടി ചിന്തിച്ചത് ഓക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാവും, അതുകൊണ്ടായിരിക്കും അമ്മയും ഇത് വലിയ കാര്യമായിട്ട് എടുക്കാത്തത്. ആ ഒരു രീതിയിലായിരുന്നു ആ പെൺകുട്ടി ആ സമയത്ത് ചിന്തിച്ചത്. അത് അയാൾക്ക് വേറൊരു അഡ്വാൻറ്റേജ് ആയിട്ട് മാറുന്നൊരു സിറ്റുവേഷനിലോട്ടാണ് കാര്യങ്ങൾ എത്തിയത്. അതായത് അമ്മ അത് വലിയ കാര്യമാക്കാതിരുന്നപ്പോൾ എല്ലാ വീട്ടിലും ഇങ്ങനെ ആയിരിക്കും, എല്ലാ വീട്ടിലെ അച്ഛന്മാരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും പെരുമാറുന്നത് എന്നുള്ളൊരു കാര്യം ആ ഒരു പെൺകുട്ടി എന്താ പറയുക ചിന്തിച്ചിട്ടുണ്ടാകും. അപ്പോൾ അത് അയാൾ മുതലെടുത്തു. ഏകദേശം 6 മാസം കഴിഞ്ഞു. ആ ഒരു സ്ത്രീ അപ്രതീക്ഷിതമായിട്ട് കണ്ടപ്പോൾ മാത്രമാണ് ഈ ഒരു വിവരം പുറം ലോകം അറിയുന്നതും അല്ലാന്നുണ്ടെങ്കിൽ അയാളെ അറസ്റ്റ് ചെയ്യുന്നതും ആ ഒരു പെൺകുട്ടി രക്ഷപ്പെടുന്നതും. പോക്സോ കേസിൽ പോലീസ് ഇയാളെ കോടതിയിൽ ഹാജരാക്കുകയാണ്. ഇയാൾക്ക് 7 വർഷത്തെ തടവാണ് കോടതി വിധിച്ചത്. ഇയാളിപ്പോഴും ജയിലിലാണെന്നാണ് അറിയാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെയാണ് പറയാനുള്ളത്. ഈ ഒരു സ്റ്റോറി കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? ഇത്തരത്തിലുള്ള നീചന്മാരൊക്കെ ഈ ലോകത്തുണ്ടോ എന്നുള്ളൊരു കാര്യം നമ്മൾ ചിന്തിച്ചു പോകില്ലേ പലപ്പോഴും ഇത്തരത്തിലുള്ള പല സ്റ്റോറികളും കേൾക്കുമ്പോൾ. അപ്പോൾ ഈ ഒരു ഇൻസിഡൻറ്റിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. ആൻഡ് ഇറ്റ്സ് മീ റസിൻ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.